ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള അക്കൗണ്ട് കോഡിൻ്റെ ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. 2021 ജൂലൈ നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ കേരള അക്കൗണ്ട് കോഡിൻ്റെ വീഡിയോ ലെസൺസ് ഒക്കെ കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ പേപ്പർ കാണുക. അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാവുക. അപ്പോൾ അതുപോലെ എൻ്റെ ഫൈനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ, അതുപോലെ സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ, കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ്, ഇതിൻ്റെയൊക്കെ വീഡിയോ ലെസൺസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ദ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് റിപ്പോർട്ട് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആർ എക്സാമിൻഡ് ബൈ. CAGയുടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നത് ആരാണെന്നാണ്. അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ് അത് പരിശോധിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, എ സർവീസ് റെസിപ്റ്റ് ഓഫ് വിച്ച് ഫുൾ പർട്ടിക്കുലേഴ്സ് ആർ നോട്ട് ഗിവൻ ഷാൽ ബി ക്രെഡിറ്റഡ് ടു ഡാഷ് ഹെഡ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ അത് ഏത് ഹെഡിലേക്കാണ് അത് ക്രെഡിറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ അത് അതർ റെസിപ്റ്റ്സിലേക്കാണ് അത് ക്രെഡിറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തേത്, ദ അക്കൗണ്ട് ഓഫ് ആനുവൽ റിസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്സ് ഓഫ് ഗവൺമെൻറ് ഈസ് നോൺ ആസ്. ഇതിനെ പറയുന്നത് ഫിനാൻസ് അക്കൗണ്ട്സ് എന്നാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇതിൽ നാലാമത്തെ ചോദ്യം തെറ്റുമൂലം PSC ഒഴിവാക്കിയിരിക്കുന്നതാണ്. അഞ്ചാമത്തെ ചോദ്യം, റീഫണ്ട് ഓഫ് റവന്യൂ ഷാൽ ആസ് എ ജനറൽ റൂൾ ബി ടേക്കൺ ഇൻ റിഡക്ഷൻ ഓഫ് റവന്യൂ ഡെപ്പോസിറ്റ്സ് എന്നാണ്. ഇനി ആറാമത്തെ ചോദ്യം, അപ്പോൾ ചില ചോദ്യങ്ങൾ അതിൽ മിസ്സായിരിക്കുന്നത് കാണാം. അത് PSC തെറ്റുമൂലം ഒഴിവാക്കിയിരിക്കുന്ന ചോദ്യങ്ങളാണ്. ഗവൺമെൻറ് ഓഫ് ഡാഷ് ഹാവ് നോട്ട് സോ ഫാർ എൻറ്റേർഡ് ഇൻ ടു അഗ്രിമെൻറ്റ് വിത്ത് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ ദ കണ്ടക്ട് ഓഫ് ദെയർ ജനറൽ ബാങ്കിങ് ബിസിനസ് വിത്ത് ദ ബാങ്ക്. അപ്പം അങ്ങനെ ഇതുവരെ അഗ്രിമെൻറ്റിൽ വരാത്ത ഒരു സ്റ്റേറ്റാണ് ജമ്മു ആൻഡ് കാശ്മീർ. ഏഴാമത്തേത്, എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഇൻക്രീസിങ് കോൺക്രീറ്റ് അസറ്റ് ഈസ് കോൾഡ്. ഇതെപ്പോഴും പരീക്ഷ ചോദിക്കുന്നതാണ്. ഇതിന് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ്. എട്ടാമത്തെ ചോദ്യം ഒഴിവാക്കിയിരിക്കുന്നതാണ്. ഒൻപതാമത്തെ ചോദ്യം, പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ ഈസ് നോട്ട് ടു ബി ഇഷ്യൂഡ് മോർ ദാൻ ഡാഷ് ഇൻ അഡ്വാൻസ് ഓഫ് ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഓഫീസർ ഈസ് ഡ്യൂ ടു റിട്ടയർ. റിട്ടയർ ചെയ്യുന്നതിന് എത്ര മുമ്പാണ് ഇത് കൊടുക്കേണ്ടതെന്നാണ്. അതൊരു ഒരു ഫോർട്ട്നൈറ്റിന് മുൻപ് മാത്രമാണ് അത് ഇഷ്യൂ ചെയ്യുള്ളൂ എന്നർത്ഥം. പത്താമത്തെ ചോദ്യം, വെരിഫൈയിങ് ദ എക്സ്പെൻഡിച്ചർ കൺഫേംസ് ദ റെലവൻറ്റ് ലോസ് ആൻഡ് റൂൾസ് ഈസ് ഓഡിറ്റ് അഗെയിൻസ്റ്റ് റെഗുലാരിറ്റി. ഇത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സിൽ വരുന്നതാണ്. അപ്പോൾ അതിൽ ഇതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. റെഗുലാരിറ്റി ഓഡിറ്റ് എന്താണെന്നൊക്കെ, പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസ് കിട്ടും. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓഡിറ്റ് അഗെയിൻസ്റ്റ് റെഗുലാരിറ്റിയാണ്. 11ാമത്തെ ചോദ്യം, ഹൂ ഈസ് അഡ്വൈസർ ഓഫ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഓഫ് ഡിഫൻസ് സർവീസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതിൻ്റെ കറക്റ്റ് ആൻസർ ഫിനാൻഷ്യൽ അഡ്വൈസർ ഡിഫൻസ് സർവീസ് എന്നാണ്. 12ാമത്തെ ചോദ്യം, ഇൻ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ദ സബ് ഹെഡ്സ് ആർ ഫർദർ ഡിവൈഡഡ് ഇൻ ടു ഡീറ്റെയിൽഡ് ഹെഡ്സ്. 14ാമത്തെ ചോദ്യം, ലീവ് ട്രാവൽ കൺസെഷൻ ഫോൾ അണ്ടർ ദ ഹെഡ് ഓഫ് സാലറീസിലാണ് അത് വരുന്നത്. 15ാമത്തെ ചോദ്യം, if a government servant has served under more than one state governments before retiring, his pension will be borne by. ഒന്നിലധികം സംസ്ഥാന സർക്കാരുകളുടെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെൻഷൻ ലഭിക്കുന്നത് ഗവൺമെന്റ് അണ്ടർ വിച്ച് ഹി വാസ് സെർവിംഗ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ്. 16ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ആൻ ഇനീഷ്യൽ അക്കൗണ്ട് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ്. മെഷർമെന്റ് ബുക്കാണ്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്, ശ്രദ്ധിച്ചോളണം നിങ്ങളത്. 17ാമത്തെ ചോദ്യം, ദ അക്കൗണ്ട്സ് ഓഫ് ദ ഗവൺമെന്റ് കമ്പനീസ് ഫോളോ ദ റിക്വയർമെന്റ് ഓഫ് ദ കമ്പനീസ് ആക്ട് 1956. 18ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് മെയിൻറ്റെയിനിങ് പെർഫോമ അക്കൗണ്ട്സ്. പെർഫോമ അക്കൗണ്ട്സ് ഒക്കെ എന്താണെന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ വീഡിയോസിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉത്തരം കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. 19ാമത്തെ ചോദ്യം, ടാക്സസ് ബോത്ത് ഓൺ റെസിഡൻഷ്യൽ ആൻഡ് നോൺ റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ഓൺഡ് ഓർ ഒക്യുപ്പൈഡ് ബൈ ദ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ഷാൽ ബി ഡെബിറ്റഡ് ടു ദ ഡിഫൻസ് സർവീസ് എസ്റ്റിമേറ്റ്സ്. 20ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ഹെഡ്സ്. അത് സീക്രട്ട് സർവീസ് എക്സ്പെൻഡിച്ചറാണ്. 21ാമത്തെ, ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. അത് വരുന്ന അക്കൗണ്ടന്റ് ജനറൽ, സെൻട്രൽ ഫിനാൻസ് മിനിസ്ട്രി, ഡയറക്ടർ ജനറൽ ഓഫ് ഫിനാൻസ് ആൻഡ് ഓഡിറ്റ്. ഓപ്ഷൻ ഡി, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 22ാമത്തേത്,
The irrecoverable amount shall be written off from the debt head of concern and expenditure head as a dash government. ഈ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല, റെസിപ്റ്റും പേയ്മെന്റും ലയബിലിറ്റി ഒന്നുമല്ല, നൺ ഓഫ് ദ എബോവ് ആണ് എൻ്റെ ആൻസർ. 23ാമത്തെ ചോദ്യം, DPC Act 1971 ഓഫ് CAG came into existence on. ഡേറ്റ് എപ്പോഴും ചോദിക്കുന്നതാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് 15/12/1971 എൻ്റെ കറക്റ്റ് ആൻസർ. 24ാമത്തെ ചോദ്യം, റിവൈസ്ഡ് കോഡിംഗ് പാറ്റേൺ ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് അക്കൗണ്ട്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 1st April 1987 ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 25ാമത്തെ ചോദ്യം, അക്കൗണ്ട്സ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ആർ കമ്പൈൽഡ് ബൈ. അതിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല, നമുക്കറിയാവുന്നതാണ്, അത് അക്കൗണ്ടന്റ് ജനറൽ ആണ്. നൺ ഓഫ് ദ എബോവ് ആണ് എൻ്റെ ആൻസർ. 26ാമത്തെ ചോദ്യം, നോ മണി ക്യാൻ ബി വിത്ഡ്രോൺ ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദ സ്റ്റേറ്റ് അണ്ടിൽ അപ്രോപ്രിയേഷൻ ബിൽ ഈസ് പാസ്ഡ്. അപ്രോപ്രിയേഷൻ ബില്ല് പാസ്സാക്കിയതിന് ശേഷമാണ് അത് പിൻവലിക്കാൻ പറ്റത്തുള്ളൂ. 27ാമത്തെ ചോദ്യം, എ ലോസ് ഓഫ് ക്യാഷ് വിച്ച് ഈസ് റിട്ടൺ ഓഫ് under the order of a competent authority should be debited as contingent charges. 28ാമത്തേത്, in government accounts minor heads have dash digit code. മൈനർ ഹെഡും മേജർ ഹെഡൊക്കെ എപ്പോഴും പരീക്ഷിച്ച് ചോദിക്കുന്നതാണ്. അതിൽ മൈനർ ഹെഡിന് 3 ഡിജിറ്റ്സ് ആണ് ഉണ്ടാവുക, 3. 29ാമത്തേത്, the major heads in the public accounts are assigned in the code numbers from 8001 to 8999. 8001 മുതൽ 8999 വരെയാണ് മേജർ ഹെഡിന് അസൈൻ ചെയ്തിരിക്കുന്ന കോഡുകൾ. ഇതെപ്പോഴും പരീക്ഷിച്ച് ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കണം ആ കോഡ്സ്. 30ാമത്തേത്, ദ പാർലമെന്റ് കമ്മിറ്റി ഫോർ പബ്ലിക് അക്കൗണ്ട്സ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് മെമ്പേഴ്സ്. അതിലുണ്ടാവുന്ന 15 അംഗങ്ങളാണ് ഉണ്ടാവുക, ഓപ്ഷൻ ഡി 15. 31ാമത്തേത്, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ ആർട്ടിക്കിൾ ഡാഷ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. എപ്പോഴും പരീക്ഷിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണത്. കൺസോളിഡേറ്റഡ് ഫണ്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾ 266 പ്രകാരമാണ്. 32ാമത്തെ ചോദ്യം, ഡീറ്റെയിൽസ് ഓഫ് അപ്രോപ്രിയേഷൻ ഓഡിറ്റ് ഈസ് കണ്ടക്ടഡ് ഇൻ ഡാഷ് സ്റ്റേജസ്. അപ്രോപ്രിയേഷൻ ഓഡിറ്റ് നടത്തുന്നത് 2 സ്റ്റേജുകളിലായിട്ടാണ്. 33ാമത്തെ ചോദ്യം, ആൻ ഓവർ പേയ്മെന്റ് ഓഫ് പേ ഷാൽ ബി ഡെബിറ്റഡ് ടു ദ ഹെഡ്. പേ തന്നെയാണ്, പേ എന്ന് പറയുന്ന ഹെഡിലേക്കാണ് അത് ഡെബിറ്റ് ചെയ്യുന്നത്. 34ാമത്തേത്, എക്സ്പെൻഡിച്ചർ ഓൺ ന്യൂ സർവീസ് മീൻസ് എക്സ്പെൻഡിച്ചർ നോട്ട് കണ്ടംപ്ലേറ്റഡ് ഇൻ ബഡ്ജറ്റ്. ന്യൂ സർവീസ് എന്താണെന്നൊക്കെ എൻ്റെ വീഡിയോ ലെസൺസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 35ാമത്തേത്, എൻട്രീസ് ഇൻ ദ ഫ്രണ്ട് പേജ് ഓഫ് സർവീസ് ബുക്സ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ആർ റീ അറ്റസ്റ്റഡ് എവറി ഡാഷ് ഇയേഴ്സ്. 10, 25, 3 അതിൽ കൊടുത്തിരിക്കുന്നത്. ഈ വർഷങ്ങളിലല്ല അത് റീ അറ്റസ്റ്റ് ചെയ്യുന്ന നൺ ഓഫ് ദ എബോവ് എന്നാണ്. 36ാമത്തെ ചോദ്യം, DPC Act of C&AG was passed by Parliament under Article dash of the Constitution. ആർട്ടിക്കിൾ 149 ആണ്. 37ാമത്തെ ചോദ്യം, the verification of reserve funds of state government is done by whom? Accountant General. 38ാമത്തെ ചോദ്യം, an accounts officer is one of the following departments, not a non-civil accounts officer. അത് ഇൻഡസ്ട്രീസിൻ്റെ ആണ്. 39ാമത്തെ ചോദ്യം, the audit of accounts order was issued in the year 1936. 40ാമത്തെ ചോദ്യം, the contingency fund of the state will be at the disposal of dash of the state governor. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ലെസൺസിൽ ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. 41ാമത്തേത്, പ്രൊവിഡൻറ്റ് ഫണ്ട് സബ്സ്ക്രിപ്ഷൻ ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് ആർ ക്രെഡിറ്റഡ് ഇൻ പബ്ലിക് അക്കൗണ്ടിലേക്കാണ് അത് പോകുന്നത്. 42ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ 5th ടയർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവൺമെൻറ് അക്കൗണ്ട്സ്. അതിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോ ലെസൺസിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് വരുന്നത് ഡീറ്റെയിൽഡ് ഹെഡിലാണ്, 5th ടയർ. 43ാമത്തേത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കൺസോളിഡേറ്റഡ് ഫണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ പെടാത്തത് തന്നിരിക്കുന്നതിൽ സ്മോൾ സേവിങ്സ് ആണ് അത് വരുന്നത്. 45ാമത്തെ ചോദ്യം, ദ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് സ്ട്രക്ചർ വിൽ ഇൻക്ലൂഡ് ഡാഷ് കാറ്റഗറി ഇൻ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ഹെഡ്. സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ഹെഡിൽ അതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ്. അത് മേജർ വർക്ക് ഓർ മൈനർ വർക്ക്, ആ കാറ്റഗറിയിലാണ് വരുന്നത്. ഇതൊക്കെ എൻ്റെ വീഡിയോ ലെസൺസിൽ ഞാൻ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. 47ാമത്തെ ചോദ്യം, 46ാമത്തെ ചോദ്യം ഒഴിവാക്കിയിരിക്കുന്നതാണ്. 47, അഡ്വാൻസ് ഫോർ മീറ്റിംഗ് ആൻഡ് അൺഫോർസീൻ എക്സ്പെൻഡിച്ചർ പെൻഡിങ് ഓതറൈസേഷൻ ഓഫ് ലെജിസ്ലേച്ചർ മെയ്ഡ് ഫ്രം. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എവിടെ നിന്നാണ് അതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നത്? ഇത് കണ്ടിജൻസി ഫണ്ടാണ്. കണ്ടിജൻസി ഫണ്ടാണെന്നുള്ള ഡീറ്റെയിൽസിലൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ലെസൺസിൽ ഇതൊക്കെ ഓൾറെഡി മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളതാണ്.
അതൊക്കെ പോയി കാണുക കേട്ടോ. 49ാമത്തെ ചോദ്യം, ദ ഓൺലി മേജർ ഹെഡ് പാർട്ട് 2 കണ്ടിജൻസി ഫണ്ട് അസൈൻ ദ കോഡ് നമ്പർ. ഉണ്ടോ? പാർട്ട് 2 കണ്ടിജൻസി ഫണ്ടിന് അസൈൻ ചെയ്തിരിക്കുന്ന കോഡ് 8000. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കോഡ് നമ്പറാണത്. 50ാമത്തെ ചോദ്യം, എക്സ്പെൻഡിച്ചർ ഓൺ ടെമ്പററി അസറ്റ്സ് ഈസ് ഡാഷ് എക്സ്പെൻഡിച്ചർ. ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. 51ാമത്തെ ചോദ്യം, അപ്രോപ്രിയേഷൻ ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ് ടു പ്രൊവൈഡ് ദ അപ്രോപ്രിയേഷൻ ഔട്ട് ഓഫ് കൺസോളിഡേറ്റഡ് ഫണ്ട്. നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്രോപ്രിയേഷൻ ബില്ല് നമ്മൾ പാസ്സാക്കുമ്പോഴാണ് നമുക്ക് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് സംഖ്യകൾ, എമൗണ്ട് നമുക്ക് പിൻവലിക്കാൻ കഴിയുന്നത്. 52ാമത്തെ ചോദ്യം, ദ മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ദ ഗവൺമെൻറ്റ്സ് ഡെയിലി ക്യാഷ് ബാലൻസ് അറ്റ് എ ലെവൽ സഫിഷ്യൻറ്റ് ടു മീറ്റ് ദ ഡേ ടു ഡേ റിക്വയർമെൻറ്റ്. അവിടെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ആ മിനിമം ബാലൻസ്, അതിനെ നമ്മൾ പറയുന്നതാണ് വെയ്സ് ആൻഡ് മീൻസ്. ശ്രദ്ധിക്കണം, വെയ്സ് ആൻഡ് മീൻസ് ഒത്തിരി വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 53ാമത്തെ ചോദ്യം, ലോൺസ് ആൻഡ് ഗ്രാൻഡ്സ് ഫ്രം സെൻട്രൽ ഗവൺമെൻറ് ടു സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആൻഡ് ലോൺ റീപേയ്മെൻറ്റ് ആർ സെറ്റിൽ ത്രൂ സെൻട്രൽ അക്കൗണ്ട് സെക്ഷൻ ഓഫ് RBI. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. 54ാമത്തേത്, ദ ഓഡിറ്റ് ഓഫ് കസ്റ്റംസ് ഡോക്യുമെൻറ്റ്സ് ഈസ് എ ഡാഷ് ഓഡിറ്റ് കണ്ടക്റ്റഡ് ബൈ റെസിഡൻറ്റ് ഓഡിറ്റ് പാർട്ടീസ്. ടെസ്റ്റ് ഓഡിറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്താണ് വരുന്നതെന്നും കൂടി നിങ്ങൾ നോക്കി പോകട്ടോ. അപ്പോഴാണ് നിങ്ങൾക്കിത് കൂടുതൽ പ്രയോജനം ചെയ്യുക. 55ാമത്തേത്, ദ ഓഡിറ്റേഴ്സ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ് ആർ അപ്പോയിൻറ്റഡ് ഓർ റീഅപ്പോയിൻറ്റഡ് ബൈ കമ്പനി ലോ ഡിപ്പാർട്ട്മെൻറ്റ്. 56ാമത്തെ ചോദ്യം, ഓഡിറ്റ് ബോർഡ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ് ഫ്രം ഏപ്രിൽ 1969 ആണ്. 1969 ഏപ്രിൽ മുതലാണ് ഇത് നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ്. 57ാമത്തെ ചോദ്യം, വിച്ച് കമ്മിറ്റി ഓഫ് പാർലമെന്റ് സജസ്റ്റ് ഓൾട്ടർനേറ്റീവ് പോളിസി ഇൻ ഓർഡർ ടു ബ്രിങ് അബൌട്ട് എഫിഷ്യൻസി ആൻഡ് എക്കണോമി ഇൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ എഫിഷ്യൻസിയും കൂടുതൽ എക്കണോമിക്കലായിട്ട് വരാനുള്ള നടപടികൾ, അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. അത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. 58ാമത്തെ, വാഷിംഗ് അലവൻസ് പെയ്ഡ് ടു ക്ലാസ് 4 എംപ്ലോയീസ് ഷാൽ ബി ക്ലാസിഫൈഡ് അണ്ടർ. ഇത് എപ്പോഴും പരീക്ഷ ചോദിക്കുന്നതാണ്. അക്കൗണ്ട് കോഡിൽ ആവർത്തിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, വാഷിംഗ് അലവൻസ് എന്തിലാണ് പെടുത്തുക. ഇത് സാലറീസിലാണ് വരുന്നത്. 59ാമത്തെ ചോദ്യം, അഡ്വാൻസസ് ഓഫ് പേ ഓൺ ട്രാൻസ്ഫർ ഈസ് അക്കൗണ്ടഡ് ആസ്. അതും സാലറീസിലാണ് അത് പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം. 60ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് കോമൺലി നോൺ ആസ് ബജറ്റ്. ബജറ്റിൻ്റെ മറ്റൊരു പേരാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് കാണുന്ന മറ്റൊരു ജാതിയാണ് ബജറ്റിൻ്റെ മറ്റൊരു പേര്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. 61ാമത്തെ ചോദ്യം, ദ സ്റ്റേറ്റ് ട്രഷറീസ് ആർ കൺട്രോൾഡ് ബൈ. സ്റ്റേറ്റ് ട്രഷറീസ് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അത് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെയാണ്. 62ാമത്തെ ചോദ്യം, ലിസ്റ്റ് ഓഫ് ദ ലേബേഴ്സ് എംപ്ലോയ്ഡ് ഡെയിലി ഓൺ വർക്കീസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മസ്റ്റർ റോൾ. മസ്റ്റർ റോളൊക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 63ാമത്തെ ചോദ്യം, ഗവൺമെൻറ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ് ഇൻ സിംഗിൾ എൻട്രി സിസ്റ്റം. ഗവൺമെൻറ് അക്കൗണ്ട്സ് എപ്പോഴും സിംഗിൾ എൻട്രി സിസ്റ്റത്തിലാണത് പ്രിപ്പയർ ചെയ്യുന്നത്. 64ാമത്തെ ചോദ്യം, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റേറ്റ് ആർ പ്രിപ്പയർഡ് ബൈ ഹൂം. സ്റ്റേറ്റിൻ്റെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആരാണ് പ്രിപ്പയർ ചെയ്യുന്നതാണ്? ഇത് അക്കൗണ്ടൻറ്റ് ജനറലാണ്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു ചോദ്യം. 65ാമത്തെ ചോദ്യം, ദ റവന്യൂ റിസീവ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ആർ ക്ലാസിഫൈഡ് അണ്ടർ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ അത് മന്ത്ലി ആൻഡ് ആനുവൽ അക്കൗണ്ട്സിലാണ് അത് പെടുത്തിയിരിക്കുന്നത്. 66ാമത്തെ ചോദ്യം, ഇൻ ദ ഫീൽഡ് ഓഫ് ഗവൺമെൻറ് അക്കൗണ്ടിങ് ദ എൻഡ് ഓഫ് ദ പ്രൊഡക്ട്സ് ആർ, അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡ് പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നാണ്. അത് മന്ത്ലി ആൻഡ് ആനുവൽ അക്കൗണ്ട്സ് ആണ് ഇതിൻ്റെ എൻഡ് പ്രൊഡക്ട്സ്. 67ാമത്തെ, ട്രാൻസാക്ഷൻ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ റെമിറ്റൻസ് സെക്ഷൻ ഇൻ പബ്ലിക് അക്കൗണ്ട്. പബ്ലിക് അക്കൗണ്ടിൻ്റെ റെമിറ്റൻസ് സെക്ഷനിൽ ഉൾപ്പെടുത്താത്തത്, ഇതിനെ നമ്മൾ പറയുന്നത് റിസർവ് ഫണ്ട് എന്നാണ്. ദ എക്സ്പെൻഡിച്ചർ വിച്ച് നോട്ട് റിക്വയർഡ് വോട്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ ഈസ് കോൾഡ്. വോട്ടിംഗ് വേണ്ടതിനെ നമ്മൾ വോട്ടഡ് എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വേണ്ടാത്തതിന് നമ്മൾ ഈ പറയുന്ന കാറ്റഗറിയിൽ ഒന്നും വരില്ല. അത് നൺ ഓഫ് ദ. 70ാമത്തെ ചോദ്യം, അഡ്വാൻസ് ഓഫ് ലോ സ്യൂട്ട്സ് ഷാൽ ബി ഡെബിറ്റഡ് ടു ഡാഷ് ഹെഡ്. ലോ സ്യൂട്ട്സിൻ്റെ അഡ്വാൻസ് പോകുന്നത് ഫങ്ഷണൽ എക്സ്പെൻഡിച്ചർ ഹെഡിലേക്കാണ് അത് പോകുന്നത്. 71ാമത്തേത്, ടാക്സസ് ഓൺ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഓൺഡ് ബൈ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഷാൽ ബി ഡെബിറ്റഡ് ടു ഡിഫൻസ് സർവീസ് എസ്റ്റിമേറ്റ്സ്. ഇതെല്ലാം നമ്മുടെ അക്കൗണ്ട് കോഡിൻ്റെ ബുക്കിൽ ആ വേരിയസ് ഹെഡ്സിൻ്റെ ആ കാറ്റഗറിയിൽ കൊടുത്തിട്ടുണ്ട്. അത് കാറ്റഗറി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആ ഒറ്റ അനക്ഷറിൽ ആ പാരഗ്രാഫിൽ കാണാവുന്നതാണത്. 72ാമത്തേത്, ഹൂ മേക്ക് റെക്കമെൻഡേഷൻസ് റിഗാർഡിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് റവന്യൂ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്.
അത് സെൻട്രൽ ഫിനാൻസ് കമ്മീഷനാണ് അത് നിശ്ചയിക്കുന്നത്, അതിൻ്റെ റെക്കമെൻഡേഷൻസ് വിടുന്നത്. 73ാമത്തെ ചോദ്യം, ഹൂ പ്രിസ്ക്രൈബ് ദ ഫോംസ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന് അവരുപയോഗിക്കേണ്ട അക്കൗണ്ട് ഫോംസ് ഒക്കെ പ്രിസ്ക്രൈബ് കൊടുക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 75ാമത്തെ ചോദ്യം, മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് വേരിയസ് ലോങ് ടേം അഡ്വാൻസസ് ടു കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസ് ആർ ഡൺ ബൈ. ഇത് ആരാണ് ചെയ്യുന്നതെന്നാണ്. ഇത് അക്കൗണ്ടന്റ് ജനറൽ AND ആണ് കൊടുക്കുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയീസിനുള്ള അഡ്വാൻസസ്, ലോങ് ടേം അഡ്വാൻസസ് എല്ലാം സാങ്ഷൻ ചെയ്ത് കൊടുക്കുന്നത് AG AND. 76ാമത്തെ ചോദ്യം, കൺസോളിഡേഷൻ ഓഫ് മന്ത്ലി അക്കൗണ്ട്സ് ഓഫ് ദ യൂണിയൻ ഗവൺമെൻറ് ഈസ് ഡൺ ബൈ ഹൂം. സെൻട്രൽ ഗവൺമെൻറ് വേണ്ടി അതിൻ്റെ മന്ത്ലി അക്കൗണ്ട്സ് കൺസോളിഡേറ്റ് ചെയ്യുന്നത് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്. 77ാമത്തേത്, ദ ഹെഡ് ഓഫ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റെയിൽവേ ഈസ് നോൺ ആസ്. റെയിൽവേയുടെ കേസിൽ ഇതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഫിനാൻഷ്യൽ അഡ്വൈസർ ആൻഡ് ചീഫ് അക്കൗണ്ട്സ് ഓഫീസറാണ് ചെയ്യുന്നത്. 78ാമത്തെ ചോദ്യം, ദ ഓഡിറ്റ് റിപ്പോർട്ട്സ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് വിച്ച് സബ്മിറ്റഡ് ടു ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഈസ് കൗണ്ടർ സൈൻ ബൈ ഹൂം. അതായത് ഗവർണർക്ക് കൊടുക്കുന്ന റിപ്പോർട്ട് കൗണ്ടർ സൈൻ ചെയ്യുന്നത് ആരാണെന്നാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. 79ാമത്തേത്, ഹൂ എക്സാമിൻ ദ റിപ്പോർട്ട് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓൺ ഓഡിറ്റ് ഓഫ് റിസീപ്റ്റ്സ് ആൻഡ് ഓഫ് സ്റ്റോഴ്സ് ആൻഡ് സ്റ്റോക്സ്. അത് പരിശോധിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. 80ാമത്തെ ചോദ്യം, ഡാഷ് നോട്ട്സ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ. അൺലിമിറ്റഡ് ലീഗൽ ടെൻഡറിൽ വരുന്ന കാറ്റഗറി 1 rupee നോട്ടുകളാണ്. 81ാമത്തെ ചോദ്യം, എ കോൺട്രാക്ടർ ഈസ് കീപ്പിംഗ് ദ റണ്ണിംഗ് അക്കൗണ്ട് ഇൻ. കോൺട്രാക്ടർ കീപ്പ് ചെയ്യുന്ന റണ്ണിംഗ് അക്കൗണ്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ. 82ാമത്തെ ചോദ്യം, സാങ്ഷൻ ഫോർ എസ്റ്റിമേറ്റ് ഓഫ് എ പബ്ലിക് വർക്ക് ബൈ എ കോമ്പിറ്റന്റ് അതോറിറ്റി. ഒരു കോമ്പിറ്റന്റ് അതോറിറ്റി കൊടുക്കുന്ന സാങ്ഷനെ നമ്മൾ പറയുന്നതാണ് ടെക്നിക്കൽ സാങ്ഷൻ. 83ാമത്തെ ചോദ്യം, അഗ്രികൾച്ചർ ഈസ് ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ഹെഡ് ഓഫ് അക്കൗണ്ട്. മേജർ ഹെഡ് ഓഫ് അക്കൗണ്ട് എന്നാണ് അതിന് പറയുന്നത്. 84ാമത്തെ ചോദ്യം, മന്ത്ലി റിട്ടേൺസ് ആൻഡ് ഫോർവേഡഡ് ടു അക്കൗണ്ടന്റ് ജനറൽ ഫ്രം ദ ട്രഷറി ഡസ് നോട്ട് ഇൻക്ലൂഡ്. അതിൽ ചലാൻ അക്കൗണ്ട് മാത്രമാണ് അവർക്ക് അങ്ങനെ അയച്ചു കൊടുക്കാത്തത്. കണ്ടോ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോൾ അത് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി, എപ്പോഴും അതിൻ്റെ റിവേഴ്സ് ഓർഡർ അവസാനത്തുനിന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. അവസാന ഭാഗത്തായിരിക്കും എപ്പോഴും സിമ്പിൾ ചോദ്യങ്ങൾ ഉണ്ടാവുക. പലപ്പോഴും അത് അറ്റംപ്റ്റ് ചെയ്യാൻ സമയം കിട്ടാതെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ അവസാന ഭാഗത്തെ ചോദ്യങ്ങൾ പരിശോധിച്ച് കണ്ടുപിടിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. 85ാമത്തെ ചോദ്യം, സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗവൺമെൻറ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ഡാഷ് ഓഫ് KSC വോളിയം 1. ആർട്ടിക്കിൾ 39 അത് വരുന്നത്. വെറുതെ ആർട്ടിക്കിൾസ് മറിച്ച് നോക്കിയാൽ ബുക്കിൽ കാണാവുന്ന ഉത്തരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരിക്കലും അറ്റംപ്റ്റ് ചെയ്യാതെ പോകരുത്. വെറുതെ ആർട്ടിക്കിൾസ് മറിച്ച് നോക്കിയത് അങ്ങനെ തന്നെ കാണാൻ പറ്റും. 86ാമത്തെ ചോദ്യം, ആനുവൽ ക്രെഡിറ്റ് സ്ലിപ്പ് ഓഫ് GPF ഷാൽ ബി പ്രിപ്പയർഡ് ആൻഡ് മേക്ക് അവൈലബിൾ ടു സബ്സ്ക്രൈബേഴ്സ് ബിഫോർ. GPFൻ്റെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ 31st August എവരി ഇയർ. ഓരോ വർഷം ഓഗസ്റ്റ് 31 മുമ്പ് എംപ്ലോയീസിന് അവൈലബിൾ ആക്കണമെന്നാണ്. 87ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ റിഡംപ്ഷൻ ഓഫ് ലോൺസ് റിസീവ്ഡ് ബൈ ഗവൺമെൻറ്. അതിനുവേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന ഫണ്ടിനെ വിളിക്കുന്ന പേരാണ് സിങ്കിങ് ഫണ്ട്. ഇതൊക്കെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. വീഡിയോ ഒക്കെ പോയി വൃത്തിയായി കാണുക. 88ാമത്തേത്, ജേണൽ ആൻഡ് ലെഡ്ജർ ആർ മെയിൻറ്റെയിൻഡ് ഇൻ വിച്ച് സിസ്റ്റം ഓഫ് അക്കൗണ്ട്സ്. ജേണൽ ആൻഡ് ലെഡ്ജർ അതുപോലെ പെർഫോമ അക്കൗണ്ട് ഇതൊക്കെ എപ്പോഴും പരീക്ഷിച്ച് ചോദിക്കുന്നതാണ്. ഇത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക പദമാണ് ജേണൽ ആൻഡ് ലെഡ്ജർ. 89ാമത്തെ ചോദ്യം, ഓൾ ഗവൺമെൻറ്റ്സ് ഫോളോ ദ സെയിം ഹെഡ് അപ് ടു ഡാഷ് ലെവൽ. അത് മൈനർ ഹെഡ് വരെ എല്ലാ ഗവൺമെൻറ്റ്സും ഫോളോ ചെയ്യുന്നത് ഒരേ കോഡുകളാണ്. അതാണ് മൈനർ ഹെഡ് വരെയാണ് അത് ഒരുപോലെ കീപ്പ് ചെയ്യുന്നത്, സെയിം ഹെഡുകൾ കീപ്പ് ചെയ്യുന്നത്. വാട്ട് ഈസ് ഡിപ്പാർട്ട്മെൻറ്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട്. മന്ത്ലി റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്പാർട്ട്മെൻറ്റൽ ക്ലാസിഫൈഡ് അബ്സ്ട്രാക്ട്. പെർഫോമ അക്കൗണ്ട്സ് ആർ എക്സ്പ്ലെയിൻഡ് ഇൻ ഡാഷ് ഓഫ് KSC വോളിയം 1. ആർട്ടിക്കിൾ 19 ആണ്. ഇത് ബുക്ക് മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. 92ാമത്തെ ചോദ്യം, ക്യാഷ് ബാലൻസ് ഓഫ് ഗവൺമെൻറ് മീൻസ് ബാലൻസ് അറ്റ് RBI ആൻഡ് ട്രഷറി. അതിനാണ് നമ്മൾ ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. 93ാമത്തെ ചോദ്യം, ദ ഇഷ്യൂ റേറ്റ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഓഫ് സ്റ്റോക്ക് ഈസ് ഫിക്സ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ.
94ാമത്തെ ചോദ്യം ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ഗവൺമെന്റ് ഓൺ ലോൺസ് ഈസ് ടേക്കൺ ഇനീഷ്യലി അണ്ടർ ദ ഹെഡ് 2049 ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്നാണ് ആ ഹെഡ് അറിയപ്പെടുന്നത്. 95ാമത്തേത് the amounts written off have been thoroughly examined by the internal audit section. റൈറ്റ് ഓഫ് ചെയ്യുന്ന എമൗണ്ട്സ് ഒക്കെ എപ്പോഴും ഇന്റേണൽ ഓഡിറ്റ് സെക്ഷൻ വളരെ കൃത്യതയോടെ വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാറുണ്ട്. 96ാമത്തെ ചോദ്യം വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ജനറൽ സർവീസസ് ഇൻ എക്സ്പെൻഡിച്ചർ ഹെഡ് ഓഫ് റവന്യൂ അക്കൗണ്ട്. അത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അത് റവന്യൂ അക്കൗണ്ടിൻ്റെ എക്സ്പെൻഡിച്ചറിലല്ല വരുന്നത്. 97ാമത്തെ ചോദ്യം ഡാഷ് ഈസ് ഫസ്റ്റ് ഐറ്റം ഇൻ ദ ലിസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽ ഹെഡ്. സാലറീസ് ആണ് അതിനകത്ത് ആദ്യം വരുന്നത്. നിങ്ങളത് ആ അപ്പൻഡിക്സിൽ കൊടുത്തിരിക്കുന്ന മറിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും. 98 ഡാഷ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് ഈസ് ചാർജിങ് എനി സർവീസസ് റെൻഡേഡ് ബൈ ദം ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ്. കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, കമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റ്. 99ാമത്തേത് വൺ ഓഫ് ദ ഫോളോയിങ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ചെക്ക് ഡ്രോയിങ് പവർ. ചെക്ക് ഡ്രോയിങ് പവർ ഉള്ളത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനാണ്. 100ാമത്തേത് ഈച്ച് ട്രഷറി ഈസ് ഇൻസ്പെക്ടഡ് പീരിയോഡിക്കലി ബൈ എ ഗസറ്റഡ് ഓഫീസർ ഡെപ്യൂട്ടഡ് ബൈ അക്കൗണ്ടന്റ് ജനറൽ ആണ് അവരെ ഡെപ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേരള അക്കൗണ്ട് കോഡ് 2021 ജൂലൈ നോട്ടിഫിക്കേഷൻ പ്രകാരം തന്ന പരീക്ഷ അക്കൗണ്ട് ടെസ്റ്റ് ലോവറിൻ്റെ അക്കൗണ്ട് കോഡിൻ്റെ ഒരു പേപ്പറാണത്. ഇത് വളരെ നല്ലൊരു പേപ്പറാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് വന്ന് കാണുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും പ്രയോജനപ്രദമായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വീഡിയോ ലെസൺസ് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി പരിചയപ്പെടുക. അപ്പോൾ ഇതിനകത്ത് പല ചോദ്യങ്ങളും എൻ്റെ വീഡിയോ ലെസൺസിൽ ഞാൻ പരിചയപ്പെടുത്തി പോയിട്ടുണ്ട്, ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്താണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഇവിടെ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ലെസൺ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിന് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.